തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നഴ്സിംഗ് ഓഫീസർ ബിജുകുമാറിനെ കാണാതായിട്ട് ഇന്ന് 3 ദിവസം പിന്നിടുകയാണ്. ഓരോ ദിനം കഴിയുന്തോറും ബിജുകുമാറിന്റെ തിരോധാനത്തിൽ ദുരൂഹതയേറുന്നു. ഇക്കഴിഞ്ഞ വിഷുദിനത്തിൽ ഏപ്രിൽ 14-ാം തീയതി ഒരുമിച്ചിരുന്നൊരു കുടുംബം. ആ വലിയ സന്തോഷം അടുത്ത ദിവസത്തോടെ അവസാനിക്കുന്നത് അപ്രതീക്ഷിതമായിരുന്നു. ഏപ്രിൽ 15 വിഷുദിനം കഴിഞ്ഞ് അടുത്ത ദിവസം മെഡിക്കൽ കോളേജിൽ ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്ന ബിജുകുമാറും ഭാര്യ ശാലിനിയും ഒരുമിച്ച് രാവിലെ വീട്ടിൽ നിന്നിറങ്ങുന്നു. മക്കളും ഒത്തിരുന്ന് പ്രഭാത ഭക്ഷണം പോലും കഴിച്ചാണ് ബിജുകുമാർ ഇറങ്ങുന്നത്. ശേഷം ആയുർവേദ കോളേജിന് മുന്നിൽ വച്ച് റോഡ് പണി നടക്കുന്നതിനാൽ ശാലിനി താൻ ഖട്ടറിൽ വീഴാതെ ഇറങ്ങി നടക്കാം എന്ന് ബിജുകുമാറിനോട് പറയുന്നു. ഖട്ടറിനു ശേഷം ശാലിനി നടന്നു ചെന്ന് നിൽക്കുന്നതാണ് അവസാനമായി ബിജുകുമാറും ശാലിനിയും കണ്ട സമയം. ശേഷം ഇന്ന് 3 ദിവസം പിന്നിട്ടിട്ടും ബിജുകുമാർ എവിടെയെന്ന് അറിയുന്നില്ല. അപ്രതീക്ഷിതമായ ബിജുകുമാറിന്റെ തിരോധാനം ശാലിനിയെ പൂർണ്ണമായും തകർത്തു കഴിഞ്ഞു. ദിവസമായി തുടരുന്ന ദുരൂഹത. 10 വർഷത്തിലേറെയായി ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്ന സഹപ്രവർത്തകർ കൂടിയാണ് അജികുമാറും ശാലിനിയും. ഏപ്രിൽ 15-ാം തീയതി ഭാര്യ ശാലിനിയുമൊത്ത് ബിജുകുമാർ സാധാരണ എന്ന പോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡ്യൂട്ടിയിലേക്ക് പോയതാണ്. മൊബൈൽ ഫോണും എടുത്തില്ല. ഭാര്യയുടെ ബാഗിലായിരുന്നു മൊബൈൽ ഫോൺ. അതുകൊണ്ട് തന്നെ ട്രാക്ക് ചെയ്യാനുള്ള പ്രയാസം പോലീസിനുമുണ്ട്. അപ്രതീക്ഷിതമായൊരു തിരോധാനം അസ്വാഭാവികമായ രീതിയിൽ നടന്നതിന്റെ ഞെട്ടലിലാണ് ശാലിനിയും 2 മക്കളും. ഇപ്പോൾ മകൻ പറയുന്നതനുസരിച്ച് പോലീസിന്റെ തുടർച്ചയായുള്ള അന്വേഷണത്തിൽ നിന്നും തമ്പാനൂർ വരെ അജികുമാർ സഞ്ചരിച്ചതായുള്ള CCTV ദൃശ്യങ്ങൾ ലഭ്യമാണ്. ഇതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് ചോദ്യചിഹ്നവും. പിതാവിന്റെ അസ്വാഭാവികമായ അപ്രതീക്ഷിതമായ തിരോധാനത്തിൽ മനം തകർന്നിരിക്കുകയാണ് കുടുംബം. എത്രയും പെട്ടെന്ന് അച്ഛനെ വീട്ടിലെത്തിക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊരാഗ്രഹവും നിലവിലില്ല എന്നുള്ളതാണ് മകൻ രാഹുൽ പറയുന്നത്. അജികുമാർ ഇത് കാണുന്നുണ്ടെങ്കിൽ തളർന്നിരിക്കുന്ന ഭാര്യയ്ക്കും കുടുംബത്തിനും ആശ്വാസവുമായി എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു വരിക. അതല്ല, അന്വേഷണം നടത്തേണ്ടവർ എത്രയും പെട്ടെന്ന് ഈ സുഹൃത്തിനെ കണ്ടെത്തി നൽകുക എന്നത് മാത്രമാണ് ആവശ്യം. തിരുവനന്തപുരത്ത് നിന്നും അനീഷ് കൃഷ്ണനോടൊപ്പം മാർലി വർഗീസ് പോൾ, ഫോക്കസ് ന്യൂസ് TV.